ഹായ് പ്രിയ സുഹൃത്തുക്കളെ, ഷെയർ യുവർ നോളജ് എന്ന സെഗ്മെന്റിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് KSEB ബിൽ ഓൺലൈൻ പേയ്മെന്റ് ഓപ്ഷനിലേക്കാണ്. തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കട്ടെ, KSEBയുടെ ഒരു പ്രത്യേകത ബിൽ നൽകുന്നതിന് പകരം ഡിസ്കണക്ഷൻ നോട്ടീസ് നൽകുന്നു എന്നുള്ളതാണ്. എല്ലാ മാസവും മീറ്റർ റീഡിംഗ് എടുത്ത ശേഷം ഉപഭോക്താവിന് ലഭിക്കുന്നത് ഡിസ്കണക്ഷൻ നോട്ടീസ് ആണ്. പണം അടയ്ക്കേണ്ട അവസാന തീയതിക്കകം ബിൽ തുക അടയ്ക്കാത്ത പക്ഷം മറ്റൊരു മുന്നറിയിപ്പും കൂടാതെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനുള്ള നോട്ടീസാണ്. 6 മാസത്തെയോ 12 മാസത്തെയോ ചാർജ് മുൻകൂട്ടി അടയ്ക്കുകയാണെങ്കിൽ എനർജി ചാർജ് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. KSEBയുടെ വെബ്സൈറ്റാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. www.kseb.in എന്ന വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ വ്യൂ LT ബിൽ എന്ന ഓപ്ഷനുണ്ട്. വ്യൂ LT ബില്ലിൽ നമ്മളുടെ ബില്ല് കാണുവാനായിട്ട് സാധിക്കും. സെലക്ട് സെക്ഷൻ, കൺസ്യൂമർ നമ്പർ, ഏത് സെക്ഷനിലെ വൈദ്യുതിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ സെക്ഷൻ സെലക്ട് ചെയ്ത് കൺസ്യൂമർ നമ്പർ നൽകി വ്യൂ ബിൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ലാസ്റ്റ് ബില്ല് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിന്റഡ് ബില്ല് വരുന്നത് പോലെ തന്നെ നമ്മുടെ ഡീറ്റെയിൽഡ് ബില്ലാണ് കാണുന്നത്. അതിനുശേഷം നമുക്ക് ക്വിക്ക് പേ ഓപ്ഷനിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന പേജാണ് ക്വിക്ക് പേ ഓപ്ഷൻ. നമുക്ക് ബില്ല് പേ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ്. ഈ പേജിൽ ഇലക്ട്രിക്കൽ സെക്ഷൻ സെലക്ട് ചെയ്യുക. ഏത് സെക്ഷനിലുള്ള വൈദ്യുതിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ബിൽ നമ്പർ, നമുക്ക് ലഭിക്കുന്ന പ്രിന്റഡ് ബില്ലിൽ ഒരു നമ്പറുണ്ട്, ആ ബിൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺസ്യൂമർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കൺസ്യൂമർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്ത ബിൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത പേജിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് ബിൽ ഡീറ്റെയിൽസ് എന്ന ഈ പേജിൽ മുകളിൽ തന്നെ നമുക്ക് ഇലക്ട്രിക്കൽ സെക്ഷൻ, കൺസ്യൂമർ നമ്പർ, ബിൽ നമ്പർ എന്നിവ കാണാവുന്നതാണ്. അതിനുശേഷം സബ്മിറ്റ് ചെയ്ത ബിൽ എന്ന ഓപ്ഷനിലെടുത്ത് കൺസ്യൂമർ നെയിം, താരിഫ് കോഡ്, ബിൽ എമൗണ്ട്, ഡ്യൂ എമൗണ്ട്, പേയ്മെൻറ്റ് എമൗണ്ട് എന്നിവ അവിടെ തന്നെ കാണിച്ചിട്ടുണ്ടാകും. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇമെയിൽ ID, മൊബൈൽ നമ്പർ എന്നിവ ഈ പേജിൽ നൽകേണ്ടതാണ്. നമ്മൾ പേയ്മെൻറ്റ് നടക്കുന്ന സമയത്ത് പേയ്മെൻറ്റ് സക്സസ് ആയോ ഫെയിലിയർ ആയോ, ട്രാൻസാക്ഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നോ, KSEBക്ക് പൈസ ലഭിച്ചോ, ബാങ്കിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ട് പേയ്മെൻറ്റ് നടക്കാതെ പോയോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഒന്നുകിൽ മെയിലായിട്ട് അല്ലെങ്കിൽ മൊബൈൽ നമ്പറിൽ SMS ആയിട്ടാണ് നമ്മളെ അറിയിക്കുന്നത്. അതുകൊണ്ട് ഇമെയിൽ ID, മൊബൈൽ നമ്പർ നൽകേണ്ടത് അത്യാവശ്യമാണ്. അതിനുശേഷം പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്ന ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് പേയ്മെൻറ്റ് നൽകാനുള്ള ഓപ്ഷനിലേക്ക് പോകുന്നത് ഇവിടെ നെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് എന്നീ 3 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. നമുക്ക് നെറ്റ് ബാങ്കിങ് ഉള്ളവർക്ക് അത് ഉപയോഗിക്കാം, ഡെബിറ്റ് കാർഡ് ഉള്ളവർക്ക് അത് സെലക്ട് ചെയ്യാം. പിന്നെ ക്രെഡിറ്റ് കാർഡിൽ എങ്ങനെയാണ് പേ ചെയ്യുന്നത് കാണിച്ചു തരാം. നമ്മൾ പേ നൗ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് വിസ, മാസ്റ്റർ ഓഫ് കാർഡ് മൂന്നും സപ്പോർട്ട് ചെയ്യുന്ന പേജാണ്. ഈ പേജിൽ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കേണ്ട പേജാണ്. ആദ്യമേ തന്നെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് പേ ടു, നമ്മൾ എവിടേക്കാണ് പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എമൗണ്ട് എത്രയാണ് അത് കൺഫേം ചെയ്യുക. അതിനുശേഷം നമ്മളുടെ കാർഡ് നമ്പർ, നെയിം, കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റ്, CVV നമ്പർ എന്നിവ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിൻ്റെ വിവരങ്ങൾ നൽകിയ ശേഷം പേ നൗ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പേയ്മെൻറ്റിനുള്ള അടുത്ത പേജിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഒന്നുകിൽ നമ്മുടെ സെക്യൂർ പാസ്വേഡ് ഇവിടെ കൊടുക്കണം, അല്ലെങ്കിൽ 1 ടൈം പാസ്വേഡ് ജനറേറ്റ് ചെയ്ത് അത് നൽകി നമുക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. 1 ടൈം പാസ്വേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മൊബൈൽ നമ്പർ ഓൾറെഡി ബാങ്കിനായിട്ട് ക്രെഡിറ്റ് കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ മൊബൈൽ നമ്പറിലേക്ക് OTP എന്ന് പറയുന്ന 1 ടൈം പാസ്വേഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരു SMS ലഭിക്കുന്നതാണ്. ആ SMSൽ ഒരു കോഡ് തന്നിട്ടുണ്ട്. ആ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം
സബ്മിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും KSEBയുടെ പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യപ്പെടുകയാണ്. KSEBയുടെ പേജിൽ വന്നപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പേയ്മെൻറ്റ് ഡൺ സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മുടെ പേയ്മെൻറ്റ് സക്സസ് ആയിട്ടുണ്ട്. പേയ്മെൻറ്റിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാറ്റസ് പേയ്മെൻറ്റ് സക്സസ് ആണ്. അതിനുശേഷം നമുക്ക് പേജ് പ്രിൻ്റ് എടുത്ത് സൂക്ഷിച്ച് വയ്ക്കാൻ സാധിക്കും. അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെച്ചാലും മതിയാവും. ഞാനിവിടെ സേവ് ചെയ്ത് വയ്ക്കുകയാണ്. ഡീറ്റെയിൽസ് നമ്മളെ കാണിച്ചു അത് നമുക്ക് സിസ്റ്റത്തിലേക്ക് സേവ് ചെയ്യും. പ്രിൻ്റ് എടുക്കണമെങ്കിൽ ഓപ്ഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. സേവ് ചെയ്യാനായിട്ട് ക്ലിക്ക് ചെയ്ത് സിസ്റ്റത്തിലേക്ക് സേവ് ചെയ്തെടുക്കും. ദൂരത്തിൽ നിന്ന് പോലും വൈദ്യുതി ബിൽ അടയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഗുണകരമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. വിലപ്പെട്ട ഈ സമയം പ്രയോജനപ്പെടുത്തി നിങ്ങൾക്ക് ലഭിച്ച ഈ അറിവ് മറ്റുള്ളവരിലേക്കും എത്തിക്കുന്നതിനായി ഷെയർ ചെയ്യുക. നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി. ഓരോ വീഡിയോ ചെയ്യുന്നതിനും പ്രചോദനമായ നിങ്ങളുടെ മെയിലും സപ്പോർട്ടും തുടർന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.